തീവ്രവാദ സംഘടനകൾ യാത്രാവിമാനങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തുടരുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയായി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. ദോഹ, കെയ്റോ, അമ്മൻ, കുവൈറ്റ് സിറ്റി, കാസാബ്ലാങ്ക, റിയാദ്, ജിദ്ദ, ഇസ്താൻബുൾ, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങളിലാണ് വിലക്ക്. എന്നാൽ ഈ നഗരങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ലണ്ടൻ, ആംസ്റ്റർഡാം, ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോകുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. അതേസമയം വിമാനങ്ങളിലെ ജീവനക്കാർക്ക് ജോലിയുടെ ഭാഗമായി ലാപ്ടോപ്പും മറ്റും ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല. ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇ-റീഡേഴ്സ്, ക്യാമറ, പോർട്ടബിൾ DVD പ്ലെയർ, ഇലക്ട്രോണിക് ഗെയിം യൂണിറ്റ്, ട്രാവൽ പ്രിന്റർ, സ്കാനർ എന്നിവയ്ക്കെല്ലാം വിലക്കുണ്ട്. അതേസമയം മെഡിക്കൽ ഉപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വിലക്ക് ബാധകമല്ല. യാത്രക്കാർ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗേജിനുള്ളിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം എത്ര നാളത്തേക്കാണ് വിലക്ക് എന്നത് വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, എത്തിഹാദ്, സൗദി അറേബ്യ എന്നീ വിമാന കമ്പനികളെയാണ് പ്രധാനമായും ഉത്തരവ് ബാധിക്കുന്നത്. അതേസമയം ബാഗേജിനുള്ളിൽ നിന്ന് പലപ്പോഴും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമാകുന്നതിനാൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ ബാഗേജിൽ തന്നെ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം യാത്രക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഖത്തർ.